നോർത്ത് ഇന്ത്യക്ക് പോകുമ്പോ ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ പിടിച്ചെടുക്കല്ലേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചങ്ങലയൊന്നും വലിയ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പണി ഇത് തന്നെ. നിങ്ങൾ പിന്നെ യോഗം കഴിയുമ്പോ പറയുമ്പോ എന്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമില്ല. പിന്നെ പുള്ളി അത്ര സമയം എടുക്കണ്ടേ. ഞങ്ങൾ ഒത്തിരി ആവർത്തി വായിച്ചതാ. തോമാച്ചായം വന്ന കാലത്ത് ഇത് ഞങ്ങളോട് ശാരനായതുകൊണ്ട് ആ തോമാച്ചാന്റെ കാര്യം പറയണം. IPC ആയിരുന്നു 300 സാറിന്റെ കാര്യം പറഞ്ഞു. മഴ പറഞ്ഞല്ലേ കൂടിയിടുന്നേ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ദീർഘമാക്കുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പൊ ഈ ഫലമോൻ ജനത്തെ വിട്ടയക്കുന്നില്ല. അപ്പൊ മോശം പ്രാരംഭത്തിൽ നിന്ന് ന്യായമായിട്ട് പറഞ്ഞു ജനത്തെ ആരാധനയ്ക്ക് വിട്ടു. അപ്പോൾ ചോദിച്ച് ആരാധനവാന്നൊക്കെ വിരോധിക്കുന്നില്ല. അപ്പൊ തമ്പരെ കൊണ്ട് മോശം പറഞ്ഞു വിടുന്ന ലക്ഷണമില്ല, കുഴപ്പമില്ല, ബാധ കഴിക്കാൻ പോകും. നമുക്ക് പ്രാരംഭത്തിൽ 9 ബാധ, മൊത്തം 10 ബാധ. അതിൽ പ്രാരംഭത്തിൽ 9. ഈ 9 ബാധ തരംതിരിച്ച് പഠിക്കേണ്ടതാണ്. അതിലോട്ടൊന്നും ഇപ്പൊ പോകുന്നില്ല. 3 ബാധ വെച്ചായിരുന്നു പഠിക്കേണ്ടത്. അത് ചില ബാധ മൊത്തത്തിൽ വന്ന്, ചിലത് ചില ഏരിയ തിരിച്ചു വന്നു, ചിലത് നേരത്തെ പറഞ്ഞിട്ട് വന്നു, ചിലത് പറയാതെ വന്നു. കന്നഡയൊന്നും പറയാതാണ്. സ്തോത്രം. അതെ, നമ്മുടെ വിഷയം. അപ്പൊ ഈ ബാധ അങ്ങോട്ട് അയച്ചത് മിസ്രയീം ദേശത്തെ ഒരു ബാധയാണ്. ഈ മോശ വടിയെടുത്ത് നിലത്ത് പൊടി അടിച്ചപ്പം മിസ്രയീമിലെ പൊടി മുഴുവൻ പൊടി മുഴുവൻ പേനായി. മനുഷ്യന്റെ മൃഗങ്ങളുടെ മേലെല്ലാം പേനെ കൊണ്ട് ഇവർ പൊടിഞ്ഞു കൂട്ടി. അവിടെ വാക്യമുണ്ട്, മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കാൻ നോക്കി, പക്ഷെ കഴിയില്ല. അടുത്ത വാക്യത്തിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ ഉളവായതുണ്ട്. അപ്പൊ പേൻ കണ്ടാലും ഉണ്ടെങ്കിൽ ഓർത്ത് വേണം. യോഗത്തിനിടയിൽ പോത്രം പോലും പറയാം. അപ്പൊ ഈ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേരുളവായതുകൊണ്ട് മന്ത്രവാദികൾ പറയുന്ന ഒരു പദമുണ്ട്. രാജാവ്, ഇത് എണ്ണക്കേടല്ല, വെള്ളക്കേടല്ല, ക്ലൈമറ്റ് മാറിയതല്ല, സോപ്പ് മാറിയതല്ല, ഇത് ദൈവത്തിന്റെ കരമാണ്. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിച്ച ന്യായവതികളുടെ കരമാണ്. പുറപ്പാട് 8:18 വായിക്കേ. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേരുളവാക്കാൻ നോക്കി, അവർക്ക് കഴിഞ്ഞില്ലതാനും. അടുത്തത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേരുളവായത് കൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട്, ഇത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ വിരല കൈയാണ്. ഇത് എണ്ണമാരും തേച്ചത്, ചില പറയാം ഷാമ്പൂ മാറുന്നത് കൊണ്ടാ. ഞാൻ പണ്ട് ബലാ വിളിച്ചാതി എണ്ണയാ തേച്ചോണ്ടിരുന്നു. ഇപ്പം അസനമിഷ്ടാതില്ല, ബലാ വിളിച്ചാൽ എണ്ണ എണ്ണ ഉപ്പാവനറിയാം. ബലാ വിളിച്ചാതി അസനമിഷ്ടാതി. പണ്ട് ബലാ വിളിച്ചാതി തേച്ചോണ്ടിരുന്നു. ഇപ്പം ഞാൻ കടപ്പനാട് വന്നേ പിന്നെ അസനമിഷ്ടാതില്ല. ഏത് ഇഷ്ടാതി തേച്ചാൽ ഇത് ദൈവത്തിന്റെ കയ്യ. ഇത് എണ്ണക്കേടല്ല, വെള്ളക്കേടല്ല, ക്ലൈമറ്റ് ചേഞ്ച് ആയതിൻ്റെതല്ല. ഈ ജനത്തെ ആരാധനയ്ക്ക് വിടാത്തത് കൊണ്ട് ഫലമോട് ദൈവത്തിന്റെ കരത്തിന് ന്യായവിധി വെളിപ്പെടും. എനിക്ക് ആ ഭാഗമൊക്കെ നിന്ന് പ്രസംഗിച്ചാൽ കൊള്ളണമെന്നുണ്ട്. അത് ഇന്ന് തുണിയുന്നില്ല. ദൈവത്തിന് മകൾ ഓരോന്നും കൂടെ തരാൻ കരത്തിന്റെ ന്യായവിധി. കാരണം ഇത് ഗോമേതകവും സ്വർണ്ണം കൊടുക്കുക. സ്വർണ്ണം ജ്ഞാനത്തെ കാണിക്കുന്നു, ഗോമേതകം ന്യായവിധിയ. എതിർക്കുന്നവർക്ക് ന്യായവിധിയ. ഭഗവാൻ എതിർക്കുക ന്യായവിധി. ഒരിക്കലും ഇസ്രായേൽ മക്കള് പെട്ടകം കൊണ്ടുവന്ന് പെട്ടകമായിട്ട് യുദ്ധത്തിന് പോയി. ഏലിയുടെ 2 പിള്ളേര് ഫ്രണ്ടിലുണ്ടായിരുന്നു. കാരണം കണ്ടമാനം വീഡിയോയും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ പിള്ളേർ എന്ത് ചെയ്താൽ പുറകോട്ട് കുമാരാണെങ്കിൽ ദൈവത്തെ വിളിക്കാത്ത 2 എണ്ണമാണ്. കുമാരുടെ ചെയ്തികളൊന്നും നമുക്ക് പൊതുവിൽ പറയാനേ ഒന്നും പൊക്കത്തില്ല. വായിക്കാൻ വേണ്ട. തന്നെ അങ്ങനെ ഇരിക്കുമ്പം ടർസന്റെ മണ്ടയിൽ ഇത് വായിച്ചോ. പുതിയ പോലും വായിക്കാൻ പറ്റാത്ത കാറ്റാകങ്ങളാണ് ഇവന്മാർ 2 കൂടെ. പക്ഷെ പെട്ടകം വന്നപ്പോൾ ഇവന്മാർ 2 ഫ്രണ്ടിലുണ്ട്.
നിങ്ങൾ ഞാൻ ശ്രദ്ധിച്ച് കാത്തിരിപ്പ് യോഗത്തിന് ഉപവാസ പ്രാർത്ഥനയ്ക്കൊന്നും ചെറിയ കാണുകയല്ല. കൺവെൻഷൻ വരുമ്പോൾ മുടുത്ത മാറ്റി കൊണ്ടുകൊണ്ട് ഫ്രണ്ടിൽ കയറി നിൽക്കും, കൂടെ സ്റ്റേജിൽ കയറി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്റെ കൂടെ കൂടുന്ന പാസ്റ്റോട് ഒന്നുമില്ലെന്നായി വന്ന് പറയുന്നത്. കാരണം എല്ലാം ക്രമീകരിച്ച ചെറിയ യോഗം നടക്കുന്നേ, അതിനാണ് ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ ഒരുപാട് വലിയ കാര്യം പുള്ളിയെന്ന് ഉമ്മാറാം. അപ്പൊ നാട്ടുകാരും മറ്റുള്ള കാണാം, ഈ പുള്ളിയാണ് സഭയിലെ. ഇവനുള്ളത് കൊണ്ടായി സഭ ഒരെണ്ണം കയറാത്തത്. ഇവരെന്ന് ഈ സഭയെ കയറി അന്ന് ഈ സഭയുടെ മണ്ട അടങ്ങാം. കാരണം ഇവൻ ബ്ലേഡുകാരനും പലിശക്കാരനും സഹോദരങ്ങളോട് മിണ്ടാത്തവനും കുഞ്ഞായി ഒപ്പിക്കുന്നവൻ കുഴി കൊപ്പിക്കുന്നവൻ സകല മെനകേട് ഇവന്റെ കയ്യിൽ. ഇവരെന്ന് ഇതിനകത്ത് കയറി ഞാൻ ഇവർഗാനശാലയുടെ കാര്യമല്ല, നിങ്ങളെല്ലാം കൂടെ എന്നെ ഇങ്ങനെ നോക്കുന്നേ. ഞാൻ സഭ സാർവത്രികമല്ലേ, അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് സന്തോഷത്തോടെ എല്ലാവർക്കും വൈകിട്ട് പിരിയാം. ദൈവത്തിന്റെ കരുത്തിന്റെ ന്യായമതി. അപ്പോൾ ഏറിയുടെ രണ്ടു പിള്ളേരും ഫ്രണ്ടിലുണ്ട്. പെട്ടെന്നായിട്ട് ഒരു വിഷയം, പെട്ടകത്തിൽ പെട്ടെന്നോടുകൂടി ജയമുണ്ടായില്ല. അത് ആരായിരുന്നു? പാട്ടു. പെട്ടകം പരിസ്ഥിതി കൊണ്ടുപോയി. പെട്ടകം പരിസ്ഥിതി കൊണ്ടുപോയി ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ചു. ദാഗോന്റെ ക്ഷേത്രത്തിൽ പിറ്റേന്ന് ചെന്നപ്പോ ദാഗം തേണ്ട കിടക്കുന്നു. കിടക്കുന്നു. നമ്മുടെ ഇതിലെ പാട്ടുണ്ടാകുന്നില്ല, ഗോചാന്റെ പിള്ളേർ ദാ കിടക്കുന്നത് ഗോലിയാത്തെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു? പാട്ടത്തില്ലേ അയ്യകാലക്കാർ പാട്ട്. അപ്പൊ ഈ ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ട് ഈ പെട്ടകം വെച്ചു. നേരെ കിടക്കുന്നത് ആഗോൻ. സ്റ്റോപ്പ്. നേരം എടുത്ത് വന്ന് ദൈവത്തോടെ പറഞ്ഞു, എന്തിനാ ഉരുണ്ട് വീണ് കിടക്കുന്ന, നേരെ ഇരിക്കാൻ. ദാവനെ പിടിച്ചു എല്ലാം പേർക്ക് കെട്ട് നേരെ വെച്ചു എന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് ഇരുന്നോണം. ഉരുണ്ട് വീഴുവോ തട്ടി വീഴുവോ എന്ന് പിറ്റേന്ന് എന്നൊക്കെ കൈ കൊള്ളുകയെല്ലാം ഉമ്മരം പറയുന്നുണ്ട്. എന്നാലും ഇങ്ങനെ മനസ്സിലാക്കേണ്ട ഇത് അല്ല ദൈവമെന്ന്. പിന്നെ വന്നവർക്കെല്ലാം മൂലരോഗം. അപ്പൊ അവര് പറയുന്ന ഒരു പദമുണ്ട്, ഇതേ ദൈവത്തിന്റെ കരമാണ്. വായിച്ചേ, ശാമുവേലിന്റെ 1-ാമത്തെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6-7 വാക്യം പെട്ടെന്ന് വായിക്കണം. എന്നാൽ യഹോവയുടെ കൈ അസ്തോദികളുടെ മേൽ ഭാരമായിരുന്നു. മൂലരോഗത്താൽ ബാധിച്ചു. അടുത്തത് ഈ മൂലരോഗം വന്നപ്പോൾ അസ്തോദിനെ കണ്ടിട്ട് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കൈ നമ്മുടെ മേലും നമ്മുടെ ദൈവത്തിന്റെ കൈ പേരും ഭാരമാണ്. ഞാൻ മറുവശം പറയാം, ഈ പെട്ടകം വെക്കേണ്ടതുപോലെ വെക്കണം, ചുമക്കേണ്ടതുപോലെ ചുമക്കണം, ഇരിക്കേണ്ടതിരിക്കണം. ഇല്ല, കൈ ഭാരമായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരുടെ പറയട്ടെ, നമുക്കോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ ഈ കരം ഭാരമാകരുത്. നമുക്കോ നമ്മുടെ സന്തതിക്കോ എന്നെ കേൾക്കുന്നവർക്കാർക്ക് ഈ കരം ഭാരമാകരുത്. ഇത് ന്യായവതിയാകരുത്. എനിക്ക് നിങ്ങൾക്കും എന്നെ കേൾക്കുന്നവർക്ക് അവിടുത്തെ കരം അനുഗ്രഹമായിരിക്കണം. രക്ഷിപ്പാകടിയാവണ്ണം യഹോവയുടെ കൈ മുറുകിപ്പോയിട്ടില്ല. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, നമ്മുടെ ചുരുങ്ങിയ സമയത്തുള്ള ചിന്താവിഷയം ദൈവത്തിന്റെ കൈ വന്നാൽ, ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനമേറ്റാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന. ഇന്ന് രാത്രി അദൃശ്യനായ ദൈവം നിന്നെ സ്പർശിക്കട്ടെ. ഓടിച്ചു പോകാം. ദൈവത്തിന്റെ കൈ വന്നാൽ എന്തൊക്കെ സംഭവിക്കും? വായിച്ച് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 22 താഴോട്ടുള്ള തിരുവെടുത്തുകൾ വേഗത്തിൽ വായിക്കണം. രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്റെ 2 ഭാര്യ റാഹേലും പിന്നെ 2 ദാസൻ ബിൽഗാ ശിൽപ 11 പുത്രന്മാർ. കാരണം രൂബേൻ മുതലേ യോസേഫ് വരെ 11. അന്ന് ബെന്യാമീൻ ജനിച്ചിട്ടില്ല. ബെന്യാമീൻ ജനിക്കുന്നത് 30, 35, 18 എബ്രാത്തിലെത്താൻ 40 ഉള്ളപ്പോ. അതാണ് 11 പിള്ളേര്. പിന്നെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു, ദീനാ ലേയ ജേക്കബ്. 18 വയസ്സ്, 5 അടി 2 ഇഞ്ച്. ഞാനെന്നെ കണക്കില്ല.
അവിടെ കാര്യം ഞാനിപ്പോ പൊതുവിൽ പറയുന്നില്ല. സ്തോത്രം. അവള് കണ്ട് ഒരു വൺ ഡേ പ്രോഗ്രാമിന് കോളേജ് ഡേ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒന്ന് പോയതാ. അറിയാമല്ലോ കോട്ടെ. അപ്പൊ യാക്കോബിന്റെ തലമുറകൾ 11 ആൺകുട്ടികൾ. രാത്രിയിൽ യാക്കോബ് എഴുന്നേറ്റെന്ന 22 മജൂദർ വായിച്ച സിസ്റ്റർ. രാത്രിയിൽ അവൻ എഴുന്നേറ്റു. ഇങ്ങോട്ട് നോക്കിയേ, യാക്കോബിനെ പറ്റി എവിടെ പറഞ്ഞത്? രാത്രിക്ക് ജേക്കബ്. ഈ ജേക്കബിന്റെ വേറൊരു രീതി, അങ്ങനെ രാത്രിയിൽ എഴുന്നേക്കുന്ന ജേക്കബല്ല, സന്ധ്യക്കേ കിടന്നുറങ്ങുന്ന ജേക്കബ്. ഇപ്പൊ പറഞ്ഞ ചില വീട്ടിൽ കുടുംബ പ്രാർത്ഥന പോലും ഇല്ല, സന്ധ്യക്കേ കിടന്ന്. എന്തിനാ സന്ധ്യക്ക്? യോഗത്തിനിടയിൽ ഉറങ്ങുന്നില്ലേ? ഈ ഷുഗറുള്ളവരും വൈകിട്ട് ഉറക്കങ്ങളൊക്കെയുണ്ട്, അവർ ചിലപ്പോ ഒന്ന് മയങ്ങിയെന്ന് വരാം. ഒരു കുഴപ്പമില്ലാത്ത നീ യോഗത്തിന്റെ കൂർക്കം വലിച്ചാൽ. രാത്രിയിൽ യാക്കോബ് എഴുന്നേറ്റു. കാരണം യാക്കോബ് അങ്ങനെ എഴുന്നേക്കത്തില്ല സന്ധ്യക്ക്. അവന്റെ വീട് വിട്ട് ഓടി, ചേട്ടനെ പേടിച്ച് ഓടി, ഏശാവിനെ പിടിച്ച് ഓടി ഓടി, നല്ല ഉഷപോലും പോകത്തില്ല, നല്ല സ്പീഡിലാണ് ഓടിയത്. ഓടി ഓടി ഒരു സ്ഥലത്ത് വന്നപ്പോ സൂര്യൻ വൈകി അസ്തമിച്ചു. ആരുമില്ല. ഉടുക്കന്റെ ശബ്ദമല്ലാതെ വേറൊരു ശബ്ദവും, ഉടുത്ത തുണിയല്ലാതെ വേറെ ഒന്നുമില്ല, ആരുമില്ല. സന്ധ്യ, സൂര്യൻ അങ്ങോട്ട് അസ്തമിച്ചു. ക്ഷീണമുണ്ട്, ഓട്ടമല്ലേ. തലയണയായിട്ട് ഒരു കല്ലും കിട്ടി കിടന്നുറങ്ങി സന്ധ്യക്ക്. അന്ന് രാത്രി സ്വപ്നമൊക്കെ കണ്ടൊരു ഗോവയിൽ സ്വർഗത്തിലെ ദൂതന്മാരിങ്ങനെ സ്തോത്രം. തലയിണയായി കൽമാത്രം എന്നെണ്ണുമ്പോൾ കോവേണിയിൽ ദൂതന്മാർ ഇറങ്ങി വരും. തലയിണയായി കൽമാത്രം എന്നെണ്ണുമ്പോൾ കോവേണിയിൽ ദൂതന്മാർ ഇറങ്ങി വരും. രാത്രിയിൽ എഴുന്നേറ്റം. ഇപ്പൊ എഴുന്നേക്കാൻ ഒക്കത്തില്ല. വിഷയം അതുപോലെ, വിഷയം അതുപോലെ വിഷയങ്ങൾ വരുമ്പോഴല്ലേ ഓർമ്മത്തിൽ. കല്യാണം കഴിക്കുന്നതിന് മുന്നേ തോമാറ്റം പറഞ്ഞത് സ്വർഗവും ഇല്ല, അതെല്ലാം ഭൂമിയിലാണ്. കല്യാണം കഴിഞ്ഞപ്പോ അമ്മ തുള്ളിക്കൊണ്ട് പറഞ്ഞ നരകമുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. കഴിഞ്ഞ 1.5 ആഴ്ചയായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് നരകമുണ്ടെന്ന് എനിക്ക് നല്ല ചാകാത്ത പുഴുണ്ടെന്ന് ഇപ്പൊ അവന് ചാകാത്ത പുഴു. സ്തോത്രം. ഇപ്പൊ പ്രശ്നം അതുപോലെ വഷളായി. ഞാൻ ആ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഒന്നും പോകുന്നില്ല, നിങ്ങൾക്ക് വായനമാക്കാൻ നല്ല എളുപ്പമാണല്ലോ. അപ്പന്റെ വീട് വിട്ട് ഓടി, യശാവിനെ പേടിച്ച് ഓടി 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 എന്തിനേറെ പത്തനാരാമിൽ ചെന്നു. നല്ല ഓട്ടമാണ്. ഒരു നേർച്ചയൊക്കെ നിർന്നത് പോട്ടെ. അവിടെ ചെന്നപ്പം കിണറ്റിന്റെ വെള്ളം പോരാൻ ആടിനെ വെള്ളം കൊടുക്കണം. അപ്പൊ അവിടെ ഈ പുള്ളി ജേക്കബിന്റെ ഒരു സ്വഭാവം, ഏത് കേസ് വന്നിരുന്ന ആളാണ്, ഏത് കേസും പുള്ളി അവിടെയാണ്. അവിടുത്തെ സഭയുടെ പ്രത്യേകത പെണ്ണുങ്ങളാണ് സഭ ഭരിക്കുന്നത്. കാരണം അവിടെ റാഗിലും 7000 ആളുകളെ അവിടെ പെണ്ണുങ്ങൾ, ചില സഭ പെണ്ണുങ്ങളാണ് ഭരിക്കുന്നത്. അത് നമ്മുടെ സഭകളുണ്ട്. ഉണ്ടെന്നില്ല, നിങ്ങളെങ്കിലും എനിക്ക് അനുകൂലമായി ഭരിക്കണം. ഏതായാലും നിങ്ങളെ എല്ലാവരും ഒരു സൈഡിൽ ആക്കിയത് തന്നെ നന്നായി. അഥവാ ഒരു പ്രതിസന്ധി വന്നാൽ നിങ്ങൾ തന്നെ പ്രോട്ടക്ട് ചെയ്യുമല്ലോ. സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ചേ, അവിടെ റാഗേലും
ആടുകളെയും ആടുകളെയൊക്കെ തീറ്റി കൊണ്ടുപോകും. അവൻ പുള്ളി അവിടെ വെള്ളത്തിൽ ചില റോഡിൽ കയറി കയറ്റും. നല്ല പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. അവർ ആഹ്ലിനെ കണ്ടിട്ട് പെന്തിക്കോസുകാരനാണെന്ന് തോന്നി. ഇപ്പം പരിവട്ടം കണ്ട വീട്ടിൽ ചെന്ന് അപ്പനോട് പറഞ്ഞു, കിണറിന്റെ അവിടെ ഒരു പാസ്റ്റാണെന്ന് തോന്നുന്നു. ഇപ്പം പരിവട്ടമൊക്കെ കണ്ടിട്ട് അപ്പം പറഞ്ഞു വിളിച്ചോണ്ട് വരാൻ എല്ലാവരും പറഞ്ഞു. വിളിച്ചോണ്ട് വന്നിട്ട് സമയം ഏതാണെന്നറിയാം. നിങ്ങൾ സമയം കൊടുക്കാതിരുന്ന പിന്നെ IPC ആണോ ചർച്ചക്കോടാണോ ചാരാനാണോ ഇൻഡിപെൻഡന്റ് ആണോ ഏതാണെന്നറിയാതെ ഇവിടെ വിളിച്ചോണ്ട് വന്നിട്ട് എഴുതാൻ പിന്നെ ഞാൻ അപ്പച്ചൻ പറഞ്ഞു ഞാൻ പോയെന്ന് നോക്കട്ടെ. അപ്പച്ചൻ പറഞ്ഞു നോക്കിയപ്പോ ജേക്കപ്പാണ് മോൻ്റെ വീടാണ്. മോന് എന്തോ ചെയ്യും? ഞാൻ വേലയുടെ മുഖത്ത് വേലയുടെ കുതിമസ്കാരന്റെ ഭാഷയാണ് വേലയുടെ മോന് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു വേല. ഞങ്ങളുടെ വീട്ടിലെ സഭയായിരുന്നു. ഞങ്ങൾ തന്നെ തുടങ്ങിയൊരു സഭ. വീട്ടിൽ ഞാനും അപ്പച്ചനും അമ്മച്ചും എൻ്റെ മൂത്ത ജ്യേഷ്ഠന്റെ വൈഫും ഇപ്പം മോൻ ഇവിടെ വരാൻ കാര്യം ഞാൻ അവിടുത്തെ വേലയൊക്കെ പുതിയ വേല വല്ലതും ഉണ്ടോന്ന്. കാരണം പഴയ വേലയൊന്നും ഇപ്പൊ ഏൽക്കുന്നില്ല. പുള്ളി പൈനിയർ വർക്ക് നടത്തിയതാണ്. പുതിയ സാറ് പണ്ടൊരു പാട്ട് പാടി, വേല വേല എന്ന് ചൊല്ലി വേലിയില്ല തലം പോലെ, വേല വേല എന്നു ചൊല്ലി വേലിയില്ല തലം പോലെ, നാലുപാടും തുറന്നുള്ള ജാലസുവിശേഷകരെ, നാലുപാടും തുറന്നുള്ള ജാലസുവിശേഷകരെ, കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ. ആമേൻ. കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ. അസലായി കാട്ടിക്കണം ഡ്രസ്സും നന്നായിരിക്കണം, അസലായി കാട്ടിക്കണം ഡ്രസ്സും നന്നായിരിക്കണം, വസ്തു തന്നെ ദൈവമെന്ന തീർത്തു വയ്ക്കും ശതന്മാരെ, വസ്തു തന്നെ ദൈവമെന്നോ തീർത്തു വയ്ക്കും ശതന്മാരെ, കൊണ്ടുവാ കൊണ്ടുവാ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ. ജോലി മൂലം വേദവാക്യ ശോധനത്തിനിടയില്ല, ജോലി മൂലം വേദവാക്യ ശോധനത്തിനിടയില്ല, ഏതുമൊരു നാണം കൂടാതോതിടുന്ന ജഡന്മാരെ, ഏതുമൊരു നാണം കൂടാതോതിടുന്ന ജഡന്മാരെ, കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ. അതെ, നല്ല വരികളുണ്ട്. സാറ് നല്ല ഒളിച്ചഴിക്കുന്നത്. സ്ത്രീകൾ സ്ത്രീജനത്തിൽ മിത്രമായി സൂപദേശം കൊടുക്കുന്ന അമ്മാമ്മമാരുടെ നല്ല ദൂത് പറയുന്ന പ്രവാചകന്മാരുണ്ട്. അച്ഛാ അവിടെ ഷർട്ട് ഇട്ടുണ്ട് മിണ്ടുന്നില്ല. കാരണം അമ്മാമ്മ പറഞ്ഞു ആത്മാവില്ല, അന്നാവിന്റെ പുള്ളി ജീവനോട് പിടിപ്പിക്കും. എന്തോ അക്രമമാണ് പറഞ്ഞു വരുത്തുന്നത്. പക്ഷെ ആത്മാവില്ല. വീട്ടിൽ നിന്ന് ഇവിടെ വരെ വന്നത് സ്തോത്രം. സാറ് നല്ല കൊള്ളിച്ചായിട്ട് സ്ത്രീജനത്തിൽ മിത്രമായി സൂപദേശം കൊണ്ട് പെണ്ണുങ്ങളോട് മാത്രം തോന്നുക. സ്ത്രീജനത്തിൽ മിത്രമായി സൂപദേശം കൊണ്ടുന്ന പാപമത്തു നടിച്ചിടും പാപികളെ തിരഞ്ഞിങ്ങ് കൊണ്ടുവാ കൊണ്ടുവാൻ. ആ പാട്ട്. അപ്പൊ എഴുതിയ വേല ഞങ്ങൾ അവിടുത്തെ വേലയാക്കുമ്പോ പുതിയ വേലയുണ്ടെന്ന് അന്വേഷിച്ച് അപ്പൊ ഈ പുള്ളി പറഞ്ഞു, അയ്യോ ഞങ്ങളിങ്ങനെ ഒരാളെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ പെണ്ണുങ്ങളാ സഭ ഭരിക്കുന്നത്. എനിക്ക് 2 പെൺപിള്ളേരുണ്ട്. അവരായി സഭ അവർ തന്നെ സെക്രട്ടറി ട്രഷറും എല്ലാം അമ്മാമ തന്നെ. യോഗം തുടങ്ങുന്നു, അമ്മാമയെ പ്രാർത്ഥിച്ചു നിർത്തുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സഹോദരന് വേണ്ടി. ചോദിച്ചിവിടെ വേല ചെയ്യാം.
പുള്ളി ആരാ കണ്ടാ ഊരെ പിടിക്കാൻ കൊടുത്ത പിന്നെ ഞാൻ പൂർണ്ണ സമർപ്പണത്തോടാണ് പറയുന്നത്. സമ്പൂർണ്ണ സമർപ്പണം. അങ്ങനെ അമ്മാച്ചൻ ആ കിണറ്റിന്റെ മുകളിൽ ചുംബനം കൊടുത്തു, വീട് വരെ ഉപയോഗിച്ചു. അങ്ങ് ചുംബിച്ചോന്നു പോയി. എന്തിനേറെ വിവരിക്കുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ യാക്കോബിന്റെ സ്റ്റൂളുമാണ്. ഇവൻ അമ്മാച്ചോട് പറഞ്ഞു, പിന്നെ എനിക്ക് നിന്റെ ഇളയ മകളെ റാഹേലിനെ ബോധിച്ചു, കല്യാണം കഴിച്ചു. ഈ പഴയൊരു പാടത്തിലുണ്ട്, കൊടുക്കാൻ ചത്താലും. അപ്പൊ അമ്മാച്ചൻ പറഞ്ഞു, ഞങ്ങളും ആ വിഷയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. കല്യാണം നടത്താം, ദൈവം ഒരുക്കിയത്. രാത്രി കല്യാണം, നേരം വെളുത്തമ്മ കളിപ്പീര് പറ്റി. റാഹേലിനെ ഞാൻ ചോദിച്ചത് കിട്ടിയത് നമ്മളതിന്റെ പറയും ബന്ധനമാണെന്ന് പറയും. അല്ലെങ്കിൽ എന്റെ ഭാവിക്കെതിരെ കുഞ്ഞിന് പണ്ട് പറഞ്ഞത് ആ ബന്ധനങ്ങൾ പലതും ഉണ്ടെന്ന്. ഭാര്യാവര് യോനാച്ചാനും പണ്ടിനോട് പറഞ്ഞു ചില ബന്ധനങ്ങൾ കാണും. കൊളക്കട കുഞ്ഞമ്മ എന്നോട് പണ്ട്, കല്ലുകുടി ലില്ലിക്കുട്ടി മാമ എന്നോട്, കല്ലുകുടി ലില്ലിക്കുട്ടി മാമ പ്രവാചി ഇല്ലേ മാമ ഇവിടെ ഉണ്ടോ? ആ ഉണ്ട്, എനിക്കറിയാം, ഞാൻ ഫോട്ടോ നടക്കുന്നു. ഇവരെല്ലാം എന്നോട് മൂന്ന് പറഞ്ഞതാ ചില ബന്ധനങ്ങൾ. ഇത് ബന്ധനമൊന്നുമല്ല കേൾക്കട്ടെ, നീ വിതച്ചത് കൊല്ലുക. ഇത് ബന്ധനമല്ല. നീ അപ്പനെ കളിപ്പിച്ചേക്ക് ഇങ്ങോട്ട് വന്നു, നിന്നെ അമ്മാച്ച കളിപ്പിച്ചു. അത് ബന്ധനമാണ്. നീ അപ്പനെ കളിപ്പിച്ചേക്ക് അങ്ങോട്ട്, നിന്റെ അപ്പൻ ഇസ്ലാമിനെ കണ്ണു കാണാൻ പാടില്ലെന്ന് നീ ഫാൻസി നടത്തി. നന്നായിട്ട് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു നിനക്ക്. അതിന്റെ ട്രോഫി നീ കൊണ്ട് ഷോക്കേസിലും അത് പറഞ്ഞത്. ഞാൻ ഫാൻസി ഡ്രസ്സിന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എനിക്ക് ഞാൻ കാലേജ് മുടിച്ചോണ്ട് സ്തോത്രം. നീ അപ്പനെ കളിപ്പിച്ചു, നിന്നെ അമ്മാച്ചൻ കളിപ്പിച്ചു. അത് ബന്ധനമാണ്. നീ അപ്പനെ പട്ടം കളിപ്പിച്ചു, നിന്നെ അമ്മാച്ചൻ അർദ്ധരാത്രി കളിപ്പിച്ചു. നീ അപ്പനെ പകലാ കളിപ്പിച്ചത്, നിന്നെ അമ്മാച്ചൻ അർദ്ധരാത്രി കളിപ്പിച്ചു. നീ അപ്പന് കാഴ്ച ഇല്ലാത്തപ്പോഴാണ് നീ കളിപ്പിച്ചത്, നിനക്ക് രണ്ട് കണ്ണും കാഴ്ച ഉള്ളപ്പോ. വിതയ്ക്കുന്നത് വരും കേട്ടോ. മക്കളെ നിന്നെ അന്വേഷിക്കുന്ന നീ ഓർക്കണം, നീ നിന്റെ അപ്പനെ എന്നെ അന്വേഷിച്ചാണ് വിതയ്ക്കുന്നത് കൊയ്യും. ആ കൊയ്യും 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 കൊയ്യും. ഈ അമ്മച്ചിയെ അവരെ നന്നായി ശുശ്രൂഷിക്കുന്ന മക്കളൊക്കെ മാറി മാറി വരികയും ശുശ്രൂഷിക്കുകയും ജോൺസാന്റെ വൈഫൊക്കെ വിതയ്ക്കുന്നതാണ് കൊയ്യുന്നത്. സ്തോത്രം സ്തോത്രം. ഈ ഉപദേശമാരെ കിടുകിട ഉറപ്പിക്കുന്ന അച്ചായന്മാരുണ്ട് ചില സഭകളിൽ. അച്ചായൻ പറയാതെ മാസം ഞാൻ ഒരു യോഗം പോലും നടത്താം. അതിനെ ഇപ്പം മാസം സ്തോത്രം പറഞ്ഞ് ഞങ്ങൾ പറയാതെ അങ്ങനെയുള്ള ചില സഭകളുണ്ട്. പക്ഷേ ചൂണ്ടുവരുന്നത് പുള്ളി ഞാനാണ് ഇവിടുത്തെ മെയിൻ ആയിക്കോട്ടെ. പക്ഷെ പുള്ളി വീട്ടിൽ ചെന്ന അമ്മാമ പറയാതെ പുള്ളി തള്ള കട്ടകാലം പിള്ളേരായി നിർത്തിയേക്കുന്നത്. ചിമ്മിട്ട നനങ്ങാൻ തങ്കമ്മ, അതെ തങ്കമ്മയ്ക്ക് ദൈവം ദീർഘായുസ് കൊടുക്കട്ടെ. കാരണം നീ ഇരുന്ന ഭാഷമാരെ എല്ലാം വിറപ്പിച്ച പൊന്നുമോന, നിന്നെ വിറപ്പിക്കാൻ ആ തള്ളേന്റെ ദൈവം ശ്വാസം കൊണ്ടല്ല. അവർക്ക് എന്നാലും നോക്കുമ്പോൾ നിനക്ക് പേടില്ല. ഒരു ജന്നെ പിടിച്ച എന്നാലും അത് കാണുമ്പോ നിങ്ങളുടെ ഫോട്ടോ തോന്നാം. ദൈവത്തിന് മതിത്തം വിതയ്ക്കുന്നത് കൊയ്യുമെന്ന്, വിതയ്ക്കുന്നത് കൊയ്യും. നീ അപ്പനെ കളിപ്പിച്ചു, നിന്നെ അമ്മാച്ചൻ കളിപ്പിച്ചു. നീ അപ്പനെ പട്ടാപ്പകൽ കളിപ്പിച്ചു, നിന്നെ അമ്മാച്ചൻ അർദ്ധരാത്രി കളിപ്പിച്ചു. നീ അപ്പനെ കാഴ്ച ഇല്ലാത്തപ്പോൾ കളിപ്പിച്ചു, നിനക്ക് കാഴ്ച ഉള്ളപ്പോൾ കളിപ്പിച്ചു. കാറ്റ് വിതച്ച കൊടുങ്കാറ്റ് കൊയ്യും, നീതി വിതയ്ക്കും, നിനക്ക് 100 പേര് നീതി കൊയ്യും. വിശ്വത്തോടെ ദൈവത്തെ സേവിക്കും, പരമാർത്ഥ മനസ്സോടെ ദൈവത്തെ സേവിക്കും, വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കും. നിനക്ക് നിന്റെ സന്തതിക്ക് ദൈവം മാറ്റം വരുത്തുക. അപ്പൊ ഇത് ബന്ധനമൊന്നുമല്ല, വിതച്ചത് കൊയ്യുന്നത്. ഉടനെ അമ്മാച്ചൻ പറഞ്ഞു, പിന്നെ ഏട്ടാ അതും കുഴപ്പമില്ല, ഞങ്ങളുടെ നാട്ടിൽ ഒരു നാട്ടു നടപ്പുണ്ട്, കേടിക്കിടയ്ക്ക് അന്യത്തിനെ അങ്ങനെ ഒരു 7 വർഷം കൂടെ സേവിക്കും. പുള്ളി പറഞ്ഞ ഏതായാലും ഇവിടെ തന്നെ അടിയാൻ തീരുമാനിച്ചു. ഒരു 7 വർഷം. അതൊക്കെ മിന്നായം പോലെ തീർന്നത്.
എന്തായാലും കൊള്ളാം, രണ്ട് പെണ്ണുങ്ങളെയും കിട്ടിയ അവരുടെ ദാസിമാരെ കിട്ടി, പിള്ളേരെ ഇഷ്ടംപോലെ കിട്ടി. ലേയാന്ന് ആദ്യം 4 കലാപുരം കൊണ്ടുണ്ട്, രൂപേനും ശിപ്പിയോനും ലേവിയും യഹൂദയും, പിന്നെ വേറെ 2 പെണ്ണാണ്, പിന്നെ പെൺകൊച്ചൻ, അങ്ങനെ ലേഖ തന്നെ 5-6 എണ്ണം. പിന്നെ ദാസിമാർക്ക് 2 വെച്ചു, റാഹേലിനും ഉണ്ട് 2. അങ്ങനെ 2, 2, 4, 2, 6, 7, 13, 12 ഒരു വീണു. അങ്ങനെ വന്നു. ലേഖയ്ക്ക് 7, ദാസിക്ക് 2, ശില്പയ്ക്ക് 2, റാഹേലിന് 2. അങ്ങനെ 2, 2, 4, 2, 6, 7. ഇഷ്ടം പോലെ സമ്പത്തും ഇഷ്ടം പോലെ. ഒരു പുള്ളി മറന്നു, അതും ഞാൻ വിളിക്കുന്നില്ല. തോലൊരിച്ച് മാപ്പിയിട്ടതൊക്കെ അതൊക്കെ ആത്മീയതയായി. സമ്പത്ത് ഇഷ്ടം പോലെ, തലമുറ ഇഷ്ടം പോലെ. ഒരു സുപ്രഭാതത്തിൽ യാക്കോബ് എഴുന്നേറ്റ് വന്നപ്പോ അളിയന്മാർ 2 കൂടെ സംസാരിക്കുന്നു. അളിയനും അളിയനും, മൂത്തളിയനും ഇളയ അളിയനും കൂടെ ഈ അളിയന്റെ കാര്യമാണ് പറയുന്നത്. ലാവാന്റെ പുത്രന്മാര് പറഞ്ഞു, അമ്മായി ലാവാൻ കേൾക്കുന്നില്ല. അളിയൻ കൊച്ചേട്ടാ, നമ്മുടെ അളിയൻ ജേക്കബ് ഇപ്പൊ വലിയ ആളായി, ബിസിനസ്സും ലോകബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്ന സിൽബാങ്കിലൊക്കെ എന്ന് കേൾക്കുന്നു. അവിടെ മറ്റേ ആളിയും പറഞ്ഞു, പരക്കെ ഒരു സംസാരം നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഇവിടെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കൊച്ചേട്ടൻ അറിയാമോ? കൊച്ചേട്ടൻ പറഞ്ഞു, എനിക്കറിയാം. അയ്യോ, നമ്മുടെ അച്ചായനെ കളിപ്പിച്ചു. അപ്പനെ കളിപ്പിച്ചാണ് ഇവര്. അടിച്ചാതി പറയുന്നത് ജേക്കബ് കേട്ടു. നമ്മളെ പറ്റി ആരെങ്കിലും എന്തിനും പറഞ്ഞത് കേട്ടാൽ നമ്മൾ വിടുവോ? ഇതിന് സമാധാനം പറയാതെ തന്നെ ഞാൻ കടമ്പനാണെന്ന് വിടുകയാണ് കാണിക്കുമ്പോഴാണ് ഈ സഭയുടെ വെളിയിൽ ഞാൻ തന്നെ ഇറക്കുന്നത്. ഇവിടെ ആരാധന നടന്നാലും കൊള്ളാം, നടത്തിയില്ലേലും കൊള്ളാം. ഇതിന് അടിയന്തര കമ്മിറ്റി കൂടി ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാതെ ഈ സഭയിൽ ആരാധനയും നിങ്ങളെന്നെ മിണ്ടാതെ നിങ്ങളുടെ കാര്യമല്ലല്ലോ പറഞ്ഞു. ഞാൻ ജേക്കബിന്റെ കാര്യമല്ലേ പറഞ്ഞു. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ എനിക്ക് പിന്നെ ഡൗട്ട് അടിക്കും. അതുകൊണ്ട് എനിക്ക് ഡൗട്ട് ഉണ്ടാകാതെ നിങ്ങൾ എന്നെ വിടണം. യാക്കോബിനെ പറ്റി അപവാദം പറയുന്നത് യാക്കോബ് കേട്ടു. യാക്കോബിനെ പറ്റി യാക്കോബ് അളിയന്മാരോടൊന്നും വേണ്ടിയില്ല. യാക്കോബ് അതിനെ അമ്മായിയപ്പന്റെ മുഖത്തോട്ട് നോക്കി. വായിച്ച് 31-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്ത് കളഞ്ഞു എന്നും, അതായത് ഞങ്ങളുടെ അപ്പന്റെ വകകൊണ്ട് അവൻ ഈ ധനമൊക്കെ സമ്പാദിച്ചു എന്ന് ലാബാന്റെ പുത്രന്മാര് പറഞ്ഞ വാക്ക് യാക്കോബ് കേട്ടു. അപ്പൊ യാക്കോബ് അവരോടൊന്നും വേണ്ടിയില്ല. അടുത്ത വാക്യം, യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറ് അത് തന്റെ നേരെ മുമ്പായിരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അമ്മാച്ചന്റെ അമ്മായിയപ്പന്റെ മുഖത്തോട് നോക്കി നേരത്തെ ഇരുന്നത് പോലെ 20 വർഷം മുമ്പ് കിണറ്റിങ്കരയെ വെച്ച് കണ്ട മുഖവും ഒത്തിരി വ്യത്യാസം. അപ്പൊ യാക്കോബിന് വിളി കിട്ടിയത് ഈ അമ്മായിയപ്പന്റെ മുഖഭാവോ യവന്മാരുടെ സംസാരം. അപ്പം ഇവന്മാർക്ക് എന്നോട് യാതൊരു താല്പര്യവും ഇല്ല. പിന്നെ ചുമ്മാ കാണുമ്പോ പ്രൈസ്തല്ല സ്ഥാപനം എന്തുകൊണ്ട് വെറുതെ യാക്കോബിനെ വിളി ചുമ്മാ ചുമ്മാ ഇങ്ങനെ ചുമ്മാ ഭാവി ഇതുപോലെ ജീസസ് ഇവിടെ ഉള്ള അത്ര വിക്ടറി എന്തോ വിക്ടറി യാക്കോബിന് പറഞ്ഞാൽ അമ്മായിയപ്പന്റെ മുഖഭാവവും അളിയന്മാരുടെ ഡയലോഗും കൂടെ കേട്ടപ്പോഴേ പിടികിട്ടി. ഇത് പൊരുത്തമല്ല. യാക്കോബ് ഒന്നും ബുദ്ധിമാനാണ്, ഒന്നും വേണ്ടിയില്ല. ഈ വിശേഷിച്ച് ദത്ത് നിൽക്കാതെ ഒന്നും മിണ്ടാതിരിക്കുന്നതാ. പിന്നെ ക്ഷരം മിണ്ടാതെ കിട്ടുന്ന വണ്ടിക്ക് കുടിക്കാൻ പോലും നിൽക്കരുത്. ഒരു നേരം നമ്മൾ ജോലിക്കുട്ടി അപ്പം ചുമ്പോണ്ടിരിക്കാം, കുഴപ്പമില്ല, പിന്നെ എനിക്ക് വന്ന് കഴിക്കാന്ന് പറഞ്ഞ് പെട്ടെന്ന് എന്റെ വണ്ടിക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കര ബുദ്ധിമാനാ പുള്ളി. നോട്ടൊരു വയലിലോട്ട് പോയിട്ട് എന്റെ ചിന്തയാ, ഭാര്യമാരെ വിളിച്ച് പെട്ടെന്ന് അങ്ങോട്ടൊന്ന് വന്നേക്കാൻ. ഭാര്യമാര് വന്നവൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, പോവാ, വരുന്നു എന്ന് ചോദിച്ചു പെണ്ണുങ്ങളോട്.
നിങ്ങൾ പറഞ്ഞ് കൊച്ചുങ്ങളെ ഞാക്കി അങ്ങനെ അങ്ങോട്ട് പോയാൽ ഞങ്ങളും വരികയാണെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഇങ്ങോട്ട് 19 കാലം വീയും ഞങ്ങളും വരികയാണ്. മൂത്തവൻ അന്ന് പരുവക്കേട് പിടിച്ചു പറഞ്ഞു. ആരാ? കൂടെ. നിങ്ങളില്ലാതെ ഞാനങ്ങനെ അവനെ വളർത്തുന്നത്. ഇടതുവരുത്തനുണ്ട്, അവൻ ജനിച്ചിട്ടുണ്ടെങ്കിലും ആശയം കളിച്ചു തീർന്ന സ്തോത്രം ഓരോ ടൈപ്പാണ്. അങ്ങനെ യാക്കോബും തന്റെ ഭാര്യമാരും സമ്പത്തും എല്ലാം കൂടെ വീട് വിട്ടിട്ട് പോകും. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ യാക്കോബിന്റെ അകത്തെ ഒരു ചിന്ത 13 കൊല്ലം മുമ്പ് വീട്ടിൽ നിന്ന് ഓടി പോന്നതാ. അവിടെ നിൽക്കക്കളിയില്ല. ചേട്ടൻ കൊല്ലാൻ നിൽക്കാൻ കൊടുവാളമായിട്ട് ചേട്ടനെ പേടിച്ച് വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഓടി ഇവിടെ വന്നു. ഇപ്പൊ ഇവിടെ നിൽക്കാൻ പറ്റില്ല. രണ്ടിനാൽ ഞരങ്ങളാണ്. ഇതൊന്നും ഭാര്യമാരോട് പറഞ്ഞില്ല. വീട്ടിലെ വിഷയങ്ങൾ, വീട്ടിലെ ഈ എല്ലാ കാര്യമൊന്നും ഭാര്യമാരോട് പറയരുത്. നിങ്ങളുടെ കൊച്ചിനെ ചേട്ടാനിയന്മാർ തമ്മിലുള്ള എല്ലാ കാര്യമൊന്നും പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഈ പെണ്ണുങ്ങൾ ക്ഷമിക്കുകയല്ല. ഇവര് സമയം വരുമ്പോൾ അതെടുത്തിടും. ഞാനായിടാനെ അനുഭവിച്ചോ പറഞ്ഞാൽ ശരിയല്ലേ? ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങൾ കേട്ടിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് വ്യത്യാസപ്പെടും. അഭിപ്രായ വ്യത്യാസമൊക്കെ മാറുന്നു. പെണ്ണുങ്ങൾ പറയും നിങ്ങൾ കൂടുതൽ അവനോട് ഇപ്പൊ അടുക്കൊന്നും വേണ്ട. അവൻ പണ്ട് പറഞ്ഞത് ഇപ്പോഴും എന്റെ മനസ്സിൽ ഉണ്ട്. നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത്? അതാ ഞാൻ നിങ്ങൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു തരിക. വെട്ടിനാദ്യം വീടരുത്. യാക്കോബ് ആരോടും പറഞ്ഞില്ല. തന്നെത്താൻ കടിച്ചമർത്തി യാബോകടലിന്റെ തീരത്ത് വന്ന് അക്കരെ ചെന്നാൽ ചേട്ടൻ കൊണ്ട് ഇക്കരെ നിൽക്കാനും വയ്യ. തനിക്കുള്ളതെല്ലാം അക്കരെ കിടത്തി താൻ ഒറ്റയ്ക്കായി അന്ന് രാത്രി യാബോകടലിന്റെ അടുത്ത് ദൈവമായിട്ട് മല്ലുപിടിക്കുക. ദൂതൻ അന്ന് രാത്രിയാണ്. ദൂതനമായിട്ട് മല്ലുപിടിച്ചു. ഉച്ചസാധുവോളം മല്ലുപിടിച്ചു. വിവരിക്കുന്നില്ല. തനിക്കുള്ളതിന്റെ അക്കരെ കിടത്തി മല്ലുപിടിക്കുക. നേരം പണക്കാരായിട്ടും യാക്കോബ് പിടിവിടുന്നത്. അപ്പൊ ദൂതൻ പറഞ്ഞു, ജേക്കബെ പിടിവിടുക. ഉഷസുദിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു. എന്റെ ചിന്ത യാക്കോബ് പറഞ്ഞാണ്. ദൂതനോട് പറയുക, നേരം വെളുത്താലും ഉഷസുദിച്ചാലും വെളിച്ചം വഴി വീശിയാലും നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ പിടിവിടുകയല്ല. ജീവന്മാർ പാടുന്നത് പാട്ടുണ്ട്. എന്നെ ഞാൻ അനുഗ്രഹിക്കാം ദേവായി, എന്നെ ഞാൻ അനുഗ്രഹിക്കാം, എന്നെ അനുഗ്രഹിക്കാം ദേവായി, എന്നെ അനുഗ്രഹിക്കാം, എന്നെ അനുഗ്രഹിക്കല്ലാതെ ഞാൻ ഇന്ന് നിന്നെ വിടുകയില്ല, എന്നെ അനുഗ്രഹിക്കല്ലാതെ ഞാൻ ഇന്ന് നിന്നെ വിടുകയില്ല. നേരപ്പെടുത്താലും ഉഷസുദിച്ചാലും എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല കണ്ടപ്പോൾ ദൈവത്തിന്റെ ദൂതൻ യാക്കോബുടെ തുടയുടെ തടമൊന്ന് തോന്നും. യാക്കോബിന്റെ തുടയുടെ തടം തോക്കും. ചോദിച്ചതിന്റെ പേരെന്നാ? പേര് ജേക്കബ്. പണ്ട് അപ്പൻ ചോദിച്ചോ പറഞ്ഞത് ഏശാവ്. ഇപ്പൊ തുടണ്ടടുത്ത് തൊട്ടപ്പോ കൃത്യം കാര്യം പറഞ്ഞു. തമ്പുരാനറിയാൻ തുടണ്ടടുത്ത് തൊടാൻ. തൊടേണ്ട സമയത്ത് തൊടേണ്ട സ്ഥലത്ത് ദൈവം തൊടും. അന്നേരം നീ പറയും ഞാൻ മനസ്സാഞ്ഞ അന്നേരം പറയും എനിക്ക് രക്ഷിക്കപ്പെടണം. തൊടണ്ടടുത്ത് തൊടുന്നു. അല്ലാതെ നമ്മൾ എത്ര വട്ടം പറഞ്ഞു ചാമ്പോച്ചാൻ രക്ഷിക്കപ്പെടണം, സ്വർഗത്തിൽ പോണ യേശു രക്ഷകൻ. ഞങ്ങൾക്ക് ഉണ്ട്, ഞങ്ങളുടെ അവിടെ തുടങ്ങുന്ന പറയും കൊച്ചമാച്ചാൻ എനിക്ക് രക്ഷിക്കപ്പെടണം. എങ്ങനെ കൊച്ചമാച്ചൻ ഒറ്റമാച്ചൻ അല്ലെ എന്തോ ഏതപ്പെടപ്പെട്ടോ ഐസൻ തുടങ്ങടുത്ത് തോടുന്നില്ലോ. തുടങ്ങടുത്ത് തൊട്ട് പറഞ്ഞ് പേര് ജേക്കബ്. അപ്പോ വണ്ടി ഒക്കെ പറഞ്ഞത് ഏശാവ്. അന്ന് വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. എന്റെ പേര് ജേക്കബ്. അവർ കൂടെ പറഞ്ഞു നീ സത്യം പറഞ്ഞല്ലോ, ഇപ്പോഴേ സത്യം സംസാരിച്ചല്ലോ. ഇത് നിന്റെ പേര് ജേക്കബ് എന്നല്ല, ഇസ്രായേൽ. ഉപയോഗി കളിപ്പീരിയായ അതൊക്കെ മാറ്റി ഇന്ന് രാത്രി മാറ്റുക. നിന്റെ അപാകതയെല്ലാം മാറ്റുക. നിന്റെ ബലഹീനത ഇന്ന് രാത്രി നീക്കുക. നിന്റെ പോരായ്മ ഇന്ന് രാത്രി പരിഹരിക്കുക. ഇന്ന് രാത്രി നീ സഭ
3-ാം അധ്യായം 4 മുതൽ പഠിക്കുമ്പോൾ പിറ്റേന്ന് യാക്കോബ് അക്കരെ ചെന്നപ്പോൾ ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റ് ആനകൾ നിന്ന് കഴുത്ത് വീണ് അവനെ ചുംബിച്ച് 2 പേര് മതി. ഈ ദൂതൻ യാക്കോബിന്റെ തുടയുടെ തടം തൊട്ടുന്ന ഈ പഴയ നിയമത്തിൽ പല സ്ഥലത്തും ദൂതൻ എന്ന് പറയുന്നത് സർവക്ഷനായ ദൈവമാണ്. സർവജ്ഞനായ ദൈവമാണ്. ഈ ദൂതൻ എന്ന് പറയുന്നത് കർത്താവ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അന്ന് രാത്രി ദൈവം യാക്കോബിനെ തൊട്ടപ്പോൾ ഒന്ന് പേര് മാറി, പ്രകൃതി മാറി. വിരോധമായി നിന്നവൻ അനുകൂലപ്പെട്ടു. യാക്കോബിനെ തൊട്ടകരം കുടുങ്ങിപ്പോയിട്ടു. രക്ഷിക്കാൻ കഴിയാതെ യഹോവയുടെ കുടുങ്ങിയിട്ടില്ല. ദൈവം നിന്നെ തൊട്ട നിന്റെ പേര് മാറും, പ്രകൃതി മാറും. വിരോധമായി നിൽക്കുന്നവർ ഇന്ന് രാത്രി അനുകൂലപ്പെട്ടു. ദൈവത്തിന്റെ കടമത്തിൽ രാത്രി സ്പർശിക്കട്ടെ. നിങ്ങൾക്ക് വിരോധമായി, കുടുംബത്തിന്റെ നന്മയ്ക്ക് തലമുറയ്ക്ക് വിരോധമായി വേദനിപ്പിക്കുന്ന മരണമാകട്ടെ, രോഗമാകട്ടെ, ഇന്ന് രാത്രി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓടി നിർത്താൻ ഒന്ന് യാക്കോബിനെ തൊട്ടകരം കുടുങ്ങിയിട്ടില്ല. എനിക്ക് ഈ വിഷയം എന്റെ ശൈലി അനുസരിച്ച് പ്രസംഗിക്കണമെങ്കിൽ ദൈവകൃപയിൽ ശരണപ്പെട്ട് പറയുക 2 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ എല്ലാ ഭാഗത്തോട്ടും പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ഭാരപ്പെടുവാൻ വേണ്ടി ഇപ്പൊ നിർത്താം. സ്തോത്രം. ഞാനൊരു 10-12 പോയിന്റ് ഉണ്ട്. അതിൽ ഒന്നാമത് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ചിന്തിക്കുക, ഇയാൾ 12 പറഞ്ഞു വെച്ചാൽ മിക്കവാറും പോകാൻ ഇല്ല. പെട്ടെന്ന് ദൈവത്തിന്റെ മഹത്വം. യാക്കോബിനെ തൊട്ടകരം കുടുങ്ങിയിട്ടില്ല. ദൈവത്തിന്റെ മഹത്വം ഇനി വായിപ്പിക്കുന്നില്ല. യെഹെസ്കേൽ 8-ാം അധ്യായത്തിൽ യെഹെസ്കേൽ മൂപ്പന്മാരുടെ മധ്യത്തിൽ ഇരിക്കുമ്പോൾ കൈ പോലെ വന്ന് നീട്ടി തൊട്ടു. 8-1 വായിച്ചേ. 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദ മൂപ്പന്മാരുടെ മുമ്പിലിരിക്കുകയും ചെയ്തു. പ്രവാചകൻ വീട്ടിലിരിക്കുകയും യഹൂദ മൂപ്പന്മാരുടെ മുമ്പിലിരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിന്റെ കൈ എന്റെ മേൽ മതി. യെഹെസ്കേലിന്റെ ദൈവം തൊടുക. അവിടെ യെഹെസ്കേലിനെ തൊട്ടപ്പോൾ ആ മുടിക്കുത്തിന് കയറി പിടിച്ച് ആകാശത്തിന്റെ ഭൂമിക്ക് മധ്യ ഉയർത്തി. നമ്മളൊന്നും കൊല്ലാൻ കൊണ്ടുപോവാണ്, മേളിൽ കൊണ്ടുപോയിട്ട് താഴോട്ടിടാനാണ്. അല്ല, അടുത്ത വാക്യമുണ്ട്, വായിച്ചേ. തലമുടിക്ക് പിടിച്ച് തൂക്കിയാൽ വേദന എടുക്കുമല്ലോ. തലമുടി എണ്ണം പറിച്ചാൽ വേദനയോ, അതിന്റെ തലമുടി കുത്തിന് പിടിച്ച് മേലോട്ട് നോക്കിയാലോ അതിവേദനയാ. അതിവേദനയോടെ മേലോട്ട് കൊണ്ടുപോകുക. ആത്മാവിന്റെ ഭൂമിയുടെ ആകാശത്തിന്റെ മധ്യേ ഉയർത്തി. അപ്പൊ ഈ വേദനപ്പെട്ട് മേലോട്ട് പോകുന്നത് കൊല്ലാനും തിന്നാനും ഒന്നുമല്ല, തകർക്കാനല്ല. അടുത്ത വാക്ക് ദിവ്യദർശനം കാണിക്കാണ്. ചില വേദനകളും ചില രോഗങ്ങളും ചില പീഡകളും വരുന്നത് ദൈവത്തിനെ മറന്നിട്ടല്ല, അറിയാനിട്ടല്ല, മറന്നുപോയിട്ടല്ല, നിനക്ക് ദിവ്യദർശനം നൽകാനാണ്. ഈ കഷ്ടത, ഈ രോഗം, ഈ പ്രതികൂലം ദൈവത്തിനെ മറന്നിട്ടല്ല, ദൈവത്തിനെ ഉപേക്ഷിച്ചിട്ടില്ല, നിനക്ക് ദിവ്യദർശനം നൽകാനാണ്. ദൈവത്തിനെ അനുകരിക്കാനാണ്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് പറയുന്നത്, ചില രോഗങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുന്നത് ശാപമൊന്നുമല്ല. അല്ല, എല്ലാ ആൾക്കാർ പറയുന്നത് ശാപമാണ്. അതിന് ശാപം കുറിക്കുന്ന ആൾക്കാരെ കുറിച്ചിപ്പോ ഒരാൾ ഇല്ലെന്ന് കേൾക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഇല്ലെന്ന് മുറിച്ചു. സ്തോത്രം. ഇത് നിന്നെ തകർക്കാനല്ല, ദിവ്യദർശനം തകരാൻ. ഈ രോഗം നിന്നെ കൊല്ലാനല്ല, ദൈവമഹത്വം വെളിപ്പെടാൻ. ഈ പ്രശ്നം നീ നശിച്ചു പോകാനല്ല, ദൈവത്തിന്റെ തേജസ് വെളിപ്പെടാൻ. ദിവ്യദർശനം കൊടുത്തത്. ഈ ദിവ്യദർശനമൊക്കെ കാണുന്നത് അല്പം വേദനയും ശോഭനയൊക്കെ ഉണ്ടാകും. ചുമ്മാരുന്നൊന്നും ദർശനം കിട്ടില്ല. സുഖലോലം കൊണ്ട് ഇവിടെ ദിവ്യദർശനം കാണുന്നത്. പത്മോസിൽ കിടക്കുന്ന അവസ്ഥ നോക്കാം. അനുവാദം സ്വർഗം തുറന്നു അടിച്ച് ത്രോവാസ് മച്ചനെ അടികൊണ്ട് ഉൾപ്പാട് വരുമ്പോഴാണ്
മൂന്നാം സ്വർഗത്തോട് എടുക്കപ്പെട്ടത്. അല്ലാതെ ചിക്കന്റെ കാലം കടിച്ചപ്പോ മൂന്നാം സ്വർഗത്തിൽ കയറിയതാണ്. ഞാൻ മട്ടൻ ബിരിയാണി ടെറസിന്റെ മുകളിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പാട്ട് ദൈവം എനിക്ക് ആരാ എന്തുവാന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. മട്ടൻ ബിരിയാണി ആയിക്കോട്ടെ, ഞാൻ എതിർക്കുന്നില്ല. ചിലപ്പോ അങ്ങനെ പാട്ട് കൊടുത്തതാണ്. ഞാൻ ആ കാര്യത്തിനൊക്കെ കൂടുതൽ ബഹുമാനിക്കുന്നത് TPNകാരെ. പാട്ട് പാട്ട് അങ്ങോട്ട് ചെന്നാൽ അവര് പാടിപ്പിക്കത്തുമില്ല, പാടുകയില്ല. ദൈവം എനിക്ക് തന്ന പാട്ട് അതേ അടക്കുന്നത് പറഞ്ഞ് എന്നാൽ അവർ പഠിച്ചുകൊണ്ട് നോക്കേണ്ട ദൈവം തന്നതാണെന്ന് എനിക്ക് വന്നു. ലോക്കൽ നോക്കും, ലോക്കൽ നോക്കി സെൻട്രലിലോട്ട് കൊടുക്കും, സെൻട്രൽ നോക്കും, അത് കഴിഞ്ഞ് മദ്രാസിലയക്കും. അവരെല്ലാം നോക്കും നമ്മുടെ സഭയ്ക്ക് പറ്റിയത് ആണോ, ഉപദേശം വല്ലതും ഉണ്ടോ, സഭയ്ക്കും പ്രമാണത്തിനും നിരക്കാത്ത എന്തെങ്കിലും പേര് ഇതിനകത്ത് അതവര് അവസാനം കളയാൻ എന്തിലുണ്ട് കളഞ്ഞ് ചേർക്കാൻ എന്തിലുണ്ട് അതൊരു മെയിൻ ആൾക്കാർ ചേർത്തിട്ട് എഴുതിയ പുള്ളിയെ കൊണ്ട് പാടിപ്പിക്കത്തില്ല. എഴുതിയത്തോടെ പോയി മിണ്ടാതിരുന്നോ വേറെ ആൾക്കാരുണ്ട്. നമ്മുടെ സഭയിലാണല്ലോ ഇന്നലെ രാത്രി ദൈവം എനിക്ക് തന്ന പാട്ടാണ്. അമ്മ പാടിയാട്ടി യേശു ഇങ്ങോട്ട് വന്നു, ഞാൻ ഇങ്ങോട്ട് ചെന്നു. നമ്മുടെ യേശു അങ്ങോട്ട് ചെന്ന് ഞാൻ ഇങ്ങോട്ട്. മനസ്സിലായോ? അങ്ങനെ അവിടെ ഏൽക്കുകയെന്നായി പറഞ്ഞത്. ദൈവത്തിന് മഹത്വം കേൾക്കുമ്പോഴറിയാം പ്രാർത്ഥന. ദൈവത്തിന് മഹത്വം. അത് ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല. കർത്താവിന് മഹത്വം ദിവ്യദർശനം കൊടുത്തതാണ്. ഈ ശോധനയും കൂടെ പോയപ്പോഴാണ്. ശോധനകളും കഷ്ടങ്ങളും പ്രതികൂലങ്ങളും വരുന്നത് ദൈവങ്ങളെ നിന്നെ തകർക്കാനല്ല, ദൈവമഹത്വം വരുമ്പോഴാണ്. നമുക്ക് പ്രിയ ഐസക്കിനെ ദൈവം തലമുറയെ കൊടുത്തല്ലോ, അതിന്റെ നന്ദി സൂചകമാണ്. അതുകൊണ്ട് ഒരു വാക്യം അതിനോട് ബന്ധപ്പെട്ട് ഒരു വാക്യം കൂടെ വായിക്കാൻ അങ്ങനെയാണല്ലോ അതിന്റെ അവസാനിപ്പിക്കേണ്ടത്. ദൈവത്തിന്റെ മഹത്വം. ഈ കർത്താവിന്റെ കൈയുടെ പ്രത്യേകത കുറുകി പോകാത്ത കരമാണ്. യാക്കോബിനെ തൊട്ട കരം കുറുകിയിട്ടില്ല. യഗസ്കേലിന്റെ മേൽ വന്ന കരം കുറുകി പോയിട്ടില്ല. മൂന്ന് പോയിന്റ് പറഞ്ഞു നിർത്താം, ബാക്കി ഒരഞ്ച് ഞാൻ പറയുന്നില്ല. വായിച്ചേ, കർത്താവിന്റെ കൈയുടെ പ്രത്യേകത ദൈവത്തിന്റെ മഹത്വം നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന കരം. ദൈവത്തിന് മഹത്വം. അവിടെ മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ചില ശിശുക്കളെ അവന്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് അവന്റെ ശിശുക്കളെ കൊണ്ടുവന്നു. ശിഷ്യന്മാരെ വിലക്കി യേശുവോ ആ ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ. അടുത്തത് അവരെ തടയരുത്, അടുക്കരുത്. അടുത്തത് അടുത്ത വാക്യം, അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ച് മതി. വേറൊരു ഭാഗത്ത് മർക്കോസും ലൂക്കോസും പഠിപ്പിക്കുന്ന കൈവച്ച് അനുഗ്രഹിച്ചത്. അവിടുത്തെ കൈയുടെ പ്രത്യേകത നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. ഐസക്കിനും അത് പ്രിയപ്പെട്ടവർക്ക് ദൈവം അവകാശമായി എടുത്ത കുഞ്ഞിന്റെ മേൽ ഇന്ന് രാത്രി അവിടുത്തെ കരം വെക്കട്ടെ. ആ പൈതലെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കരം കുറുകിപ്പോയില്ല. യാക്കോബിനെ തൊട്ടകരെ കുറുകിയിട്ടില്ല. എസക്കേലിന്റെ മേൽ വന്നകരെ കുറുകിപ്പോയിട്ടില്ല. അവൻ ശിശുക്കളെ കൈവച്ച് അനുഗ്രഹിച്ച് അവിടുത്തെ മഹത്വമുള്ള കുറുകിപ്പോയിട്ടില്ല. തലമുറയെ ദൈവം അനുഗ്രഹിക്കട്ടെ, കൈവച്ച് അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല. എല്ലാവരും ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. അവൻ പൈതലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവങ്ങളെ വളർത്തുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഈ കുടുംബത്തെ തന്റെ ദാസിയെ വാർദ്ധക്യത്തിലായിരിക്കുന്ന